യുവാവ് കുത്തേറ്റ് മരിച്ച മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഔട്ട്ലെറ്റിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതാണ് രൂക്ഷമായ ഉന്തിലും തള്ളിലും കലാശിച്ചത്. പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ആളെ കൊല്ലുന്ന മദ്യം ലഹരിയാണെന്നും നഗരത്തിലെ മദ്യഷാപ്പ് അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ഉന്തും തൊള്ളും തുടങ്ങി. 1 മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നഗരത്തിലെ ഔട്ട്ലെറ്റ് പൂട്ടും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരാൾ കൊല്ലപ്പെട്ട് 24 മണിക്കൂറിന് മുൻപ് മദ്യഷാപ്പ് തുറക്കാൻ സൗകര്യം ചെയ്തുവെന്നാരോപിച്ച് പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നത്. പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ മദ്യവും ലഹരിയുമെല്ലാം വ്യാപകമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ മദ്യത്തെയും ലഹരിയെയും രണ്ടാക്കി തിരിച്ച് ലഹരിക്കെതിരെ ശക്തമായി സമരവുമായി സംസ്ഥാന ഗവൺമെന്റും ആ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നവരും നടത്തുമ്പോൾ ആ ലഹരിയിലേക്ക് സമൂഹത്തെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആ മദ്യം നിരോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യത്തിന്റെ വിപണനം കുറച്ചു കൊണ്ടുവരാനോ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാനോ നമ്മുടെ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള മറ്റു സംഘടനകളും തയ്യാറാവാത്തതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് ബിവറേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിന് പെർമിഷൻ കൊടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്ന് MSF മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ ചോദിച്ചു. സമയത്ത് മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറക്കുമ്പോൾ ഈ 9 വർഷം കൊണ്ട് വലിയ വർധനമാണ് മണ്ണാർക്കാട് പോലും ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഈ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പുതുതായി തുറന്ന കാഞ്ഞിരത്ത് ഔട്ട്ലെറ്റ് പൂട്ടാൻ പുതിയ റോഡ് വരുന്ന സാഹചര്യത്തിൽ ആ ഔട്ട്ലെറ്റിന് പഴയ കെട്ടിടം നഷ്ടപ്പെട്ടു. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ നിൽക്കുകയാണ്. അതിന് പുതിയ കെട്ടിടത്തിൽ പെർമിഷൻ കൊടുക്കാതിരിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മൂവിന്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് മണ്ണാർക്കാട് റൂറൽ ബാങ്കിലാണ്. ആ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കുന്ന ആഹാറിലെ ബീർ ആൻഡ് വൈൻ പാർലർ പൂട്ടിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് മൂവ് സംഘടനയോട് ചോദിക്കാനുള്ളത്. ആ മൂവ് സംഘടന പറഞ്ഞ മദ്യവും മയക്കുമരുന്നും കാരണമുണ്ടായ ഈ സംഗതിയെ മാനിച്ചിട്ടെങ്കിലും ഈ 2 ഔട്ട്ലെറ്റുകളും പൂട്ടിക്കാൻ നിങ്ങൾ സമരം നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ആ റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അത്തരം സംഗതികളുടെ ആളുകളും കൂടി ആ മൂവ് സംഘടനയിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത്തരക്കാരെയും നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ നൌഷാദ് വെള്ളപ്പാടം, CK സദകുത്തുള്ള, സൈനുദ്ദീൻ കൈതച്ചിറ, ഷമീർ മണലടി, ഷമീർ നമ്പ്യത്ത് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം ഭാരവാഹികളായ സമദ് പൂവക്കോടൻ, ഷൌക്കത്ത് കുറ്റാനിക്കാട്, സമദ് വേളക്കാടൻ, നൌഷാദ് പടിഞ്ഞാറ്റി, പടുവിൽ മനു, റഹീം ഇരുമ്പൻ, ഹാരിസ് കോൽപ്പാടം, നിജാസ് ഒതുക്കമ്പുറത്ത്, മുഹമ്മദ് മോസിൻ, TK സ്വാലിഹ് എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.